ഒരുപാട് ചോദ്യങ്ങൾ നിത്യജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ വീണു പോകാതിരിക്കാൻ എന്താ ചെയ്യുക? മീരായു മേനോൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു കവിയത്രി ഒരു ഹൃദയത്തിൻ്റെ യാത്ര എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. 2 വരികൾ ഇങ്ങനെയാണ്: എവിടെയെന്നറിയുവാൻ വാങ്ങിക്കൊടുത്തൊരാ മൊബൈലും മകളും ഇന്നെവിടെയെന്നറിയുമോ? എവിടെയെന്നറിയുവാൻ വാങ്ങിക്കൊടുത്തൊരാ മൊബൈലും മകളും ഇന്നെവിടെയെന്നറിയുമോ? മക്കൾ വിരലുകൾക്കിടയിൽ നഷ്ടപ്പെടുന്നു. 12 വയസ്സിൽ യേശു കർത്താവ് പെരുന്നാളിന് പോയ കാര്യം പറഞ്ഞു വരട്ടെ. ജോസഫിനും മറിയയ്ക്കുമൊപ്പം തിരികെ പോരുമ്പോൾ 12 വയസ്സായില്ലേ കുട്ടിക്ക്, അപ്പനോടൊപ്പം കാണുമെന്ന് അമ്മയും, 12 വയസ്സല്ലേ ആയുള്ളൂ, അമ്മയോടൊപ്പം കാണുമെന്ന് അപ്പനും വിചാരിച്ചു. വിരലുകൾക്കിടയിലൂടെ എത്ര നിസാരമായാണ് കുട്ടി നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ നസറേത്തിലെ ആ വീടിൻ്റെ പ്രത്യേകത മകനെ തിരികെ കിട്ടേണ്ട ഇടത്ത് നിന്ന് കിട്ടി എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ മക്കൾ തിരികെ കിട്ടേണ്ട ഇടത്ത് നിന്ന് കിട്ടുന്നില്ല. നമ്മുടെ മക്കൾക്കൊന്നും നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നല്ലേ. പാണിനി എന്ന് പറയുന്ന പഴയ ഒരാളുണ്ട്. സ്കൂളിൽ തീരെ മോശമായിരുന്നു. അധ്യാപകൻ്റെ കയ്യിൽ നിരന്തരം അടി മേടിച്ചിരുന്നു. ഒരിക്കൽ നീട്ടിയ കയ്യിൽ അധ്യാപകൻ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ, നിൻ്റെ കയ്യിൽ വിദ്യാരേഖയില്ല, നിന്നെ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി ഗദ്ഗദത്തോടെ സ്കൂൾ വിട്ടിറങ്ങുന്നുണ്ട്. അവൻ ഒരു കോമ്പസ് കൊണ്ടോ മറ്റോ കൈയുടെ വെള്ള കുത്തി വരച്ച് വിദ്യാരേഖ ഉണ്ടാക്കുന്നുണ്ട്. ചോര പൊടിക്കുന്ന കൈ. അവൻ സ്കൂൾ പടി ചവിട്ടിയിട്ടില്ല പിന്നെ. പക്ഷേ സംസ്കൃതത്തിലെ ലക്ഷണമൊത്ത് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി എഴുതിയത് പാണിനിയാണ്. നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാതിരിക്കുക. യേശു കർത്താവ് ഒരു മീനും കിട്ടാതെ വെളുപ്പിന് പുലരിയിൽ തീരത്തണയുന്ന ശിശുരെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നാണ്. നമ്മൾ വിളിക്കാറില്ല തോറ്റു നിൽക്കുന്നവരെ കുഞ്ഞുങ്ങളെ എന്ന്. ഇടറിപ്പോകാൻ ഒരുങ്ങി നിൽക്കുന്ന യൂദായെ വിളിക്കുന്നൊരു സ്നേഹിത, നീ വന്ന കാര്യം എന്തെന്നാണ്. ആർക്കും നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാതിരിക്കുക. ചരിത്രം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലറുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ അപ്പൻ്റെ കുഴിമാടമൊക്കെ ഇടിച്ചു നിരത്തുന്ന ഒരു ചരിത്രമുണ്ട്. വീട് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയതിൻ്റെ ആഘാതമാണ് അയാളൊരു ജനതയോട് തീർത്തത്. ചരിത്രത്തിലെ പലരുടെയും ജീവിതം അങ്ങനെയാണ്. വീടുകൾ ഏൽപ്പിച്ച വിപരീതാഘാതം, നെഗറ്റീവ് സ്ട്രോക്കുകൾ. തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തീരെ മോശമായിരുന്ന ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എഴുത്ത് കൊടുത്തയക്കുമ്പോൾ, എഴുത്തിലെന്താണെന്ന് അമ്മയോട് തിരക്കുമ്പോൾ അമ്മ തൻ്റെ മകൻ മോശമാണെന്നല്ല പറഞ്ഞത്, മോൻ മിടുക്കനായതുകൊണ്ട് മകന് പറ്റിയ മറ്റൊരു സ്കൂൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അധ്യാപകൻ പറഞ്ഞത് യു ആർ നോട്ട് ഫിറ്റ് ഇൻസൈഡ് ദ സ്കൂൾ എന്നാണ്. പക്ഷെ അമ്മ നാൻസി പറഞ്ഞത് യു ആർ ഫിറ്റ് ഇൻസൈഡ് ദ ഹോം എന്നാണ്. ആരെയും നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊണ്ട് ഭാരപ്പെടുത്താതിരിക്കുക. നമ്മുടെ കർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒന്നിൽ നിന്ന് പോലും എന്തൊക്കെയോ നന്മ വരുമെന്ന് കരുതി എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരാളാണ്. നമ്മുടെ കുടുംബങ്ങൾ അത്തരമൊരു പറുദീസയാകട്ടെ.